ലഹരി നിർമ്മാർജ്ജന സമിതി ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ കൺവെൻഷൻ നടത്തി. കൊല്ലം നോർത്ത് ജില്ലാ കമ്മിറ്റി കരുനാഗപ്പള്ളിയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ലഹരി നിർമ്മാർജ്ജന സമിതി കൊല്ലം നോർത്ത് ജില്ലാ കമ്മിറ്റിയാണ് ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി കാട്ടൂർ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയയുടെ വേരറുക്കുന്ന വേട്ടയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറയുന്ന ഈ പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഈ പദ്ധതി ഇത് കേരളത്തിൽ നിന്നും മയക്കമരുന്ന് മാഫിയയുടെ വേരറുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സംസ്ഥാനത്ത് ഈ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാനത്തുടനീളം പ്രഖ്യാപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട്, ആഭ്യന്തര വകുപ്പിനോടൊപ്പം നിന്നുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിച്ച് ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ലഹരി നിർമ്മാർജ്ജന സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഈ വരുന്ന 26-ാം തീയതി മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സദസ്സുകളും ഈ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കാൻ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈ.എം. സലിം ഹമദാനി അധ്യക്ഷത വഹിച്ചു. മൈദീൻ കുഞ്ഞത്താസ സ്വാഗതം പറഞ്ഞു. കൊച്ചുകുഞ്ഞു കൊച്ചയ്യത്ത UDF കുന്നത്തൂർ മണ്ഡലം കൺവീനർ ആയിക്കുന്നം അബ്ദുൽ അസീസ്, മുസ്ലിം ലീഗ് കുന്നത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പോരുവഴി ഹുസൈൻ, യൂനുസ് ചിറ്റുമൂല, ഷാജി കരിമുട്ടം, സിദ്ദിഖ് ഷാ, മജീദ് മാരാരിത്തോട്ടം, നാസർ മുട്ടം, ആഷിഖ് തുടിയൂർ, നിസാർ പരവട്ടം, സിയാദ് ചെളിക്കണ്ടം, ഷഹാൽ വാലയിൽ, MM അഷ്റഫ് ബായി, നാസർ പീടികയിൽ, നാസർ തെങ്ങുവെച്ചയ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.